നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ശ്യാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതെൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാനിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇന്നത്തെ എൻ്റെ തുടക്കം തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു ഷോക്ക് പോലെ ആയിപ്പോയില്ലേ. നമ്മൾ സന്തോഷം എന്ന് പറയുന്ന നടൻ മരിച്ചുപോയി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ പുള്ളിയുടെ ഒരു സിനിമ കണ്ടതേ ഉള്ളൂ. മോഹിനിയാട്ടമാണെന്ന് തോന്നുന്നു. മോഹിനിയാട്ടത്തിൽ ഞാൻ പുള്ളിയുടെ നല്ല 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 ഇതായിരുന്നു പുള്ളിയാണ്. അത് കണ്ട് പെട്ടെന്ന് ഇന്ന് രാവിലെ നോക്കിയപ്പം മരണ വാർത്ത ആദ്യമായിട്ട് കാണുന്നത്. പിന്നെന്നാ ഇങ്ങനെ നടത്തിയും ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ പോയി. ഇപ്പോൾ എല്ലാവർക്കും ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജോലിയുടെ സ്ഥിതിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പല രീതിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കല്ലേ. കാരണം വെച്ചാൽ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്നുള്ള അറിയാൻ വേണ്ടി. ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ പറയുക, കമ്പനി എന്തായാലും നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്തുണ്ട് വേറെ വിശേഷം? പിന്നെ ഇന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള സംവാദത്തിലാണല്ലോ നാട്ടിൽ മൊത്തം. ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി? ആരായാലും നല്ലതായാൽ മതിയായിരുന്നല്ലേ. പിന്നെ എന്നാ, ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സാണ് ഞാൻ ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സഞ്ജു അതിനകത്തുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്രാവശ്യം ചെന്നൈ സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് രാജസ്ഥാനായിരുന്നു, ഇപ്പോൾ രാജസ്ഥാൻ വിട്ടേക്കുക. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, സഞ്ജു ഇല്ല. അതിന് മുന്നേ ഞാൻ ശ്രീശാന്തിൻ്റെ ടീമായിരുന്നു. ശ്രീശാന്ത് ഏത് ടീമിലുണ്ടായിരുന്നോ ആ ടീം ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആസ് എ മലയാളി നമുക്ക് സപ്പോർട്ട് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ IPL ടീം ഏതാ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 51 വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പം. എന്തായാലും ഫസ്റ്റ് വ്ളോഗിൽ വീണ്ടും കൂടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഇതിനകത്ത് വേണം. കാരണം ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളൊരു പരിപാടിയാണ്. അപ്പം 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് കട്ടിങ് ഇല്ലാതെ കൊണ്ടുപോകണമെന്നുള്ള ഒരിതാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ ഇപ്പോഴത്തെ തോറ്റ സ്ഥാനാർത്ഥികളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയുക? ഈ തോറ്റവരെല്ലാം മോശപ്പെട്ട ആൾക്കാരായിരുന്നോ, അതോ ജയിച്ചവർ മാത്രമാണോ മിടുക്കർ? അത് എന്ത് കണ്ടാണ് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തതെന്നും കൂടെ എനിക്ക് പറയണം. കാരണം നാട്ടിലുള്ളവരുണ്ടെങ്കിൽ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഒരു പാർട്ടി ബേസ് ആയിട്ടാണോ വോട്ട് ചെയ്തേക്കുന്നത്, അതോ ഒരു നല്ലൊരാളെ കണ്ടിട്ടാണോ വോട്ട് ചെയ്തേക്കുന്നത്, അതോ ഒരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്തത്? അതിൻ്റെ ഒരു എന്താ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക, ഒരു തോന്നൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തേക്കുന്ന ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ച് മാത്രമാണ് ചെയ്തേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണോ അതോ നിങ്ങൾ പാർട്ടി ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്തേക്കുന്നത്? എന്തായാലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചേക്ക്. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്, ബൈ.